നമസ്കാരം. സ്പോട്ട് ലൈവ് ആണ്. എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് വടകരയിൽ 3 അധ്യാപികമാരടക്കം പ്രതികളായ ലഹരി കേസ് കേരളത്തെയാകെ ഞെട്ടിച്ചതാണ്. 5 പേർ അറസ്റ്റിലായ ഈ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബുവാണ് മാഫിയയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതായിരുന്നു പതിവ്. MS അനീഷ് കുമാർ അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസ് അതൊരു കേവലം കേസല്ല, ഉപയോഗമല്ല, അതൊരു വ്യാപാര കണ്ണികളായിരുന്നു, മാഫിയായിരുന്നു എന്ന് പോകെ വ്യക്തമാകുന്ന സാഹചര്യം. കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. ആ മാഫിയയുടെ ആഴം അത് എത്രത്തോളം വലുതാണെന്ന് കൂടുതൽ തെളിയുകയല്ലേ ഈ പറയുന്ന പേരുകൾ കൂടി വരുന്നതോടെ? തീർച്ചയായും ഇത് കേവലം ഒരു സാധാരണഗതിയിലുള്ള ഒരു ലഹരി കേസ് മാത്രമല്ല. 2.8 ഗ്രാം MDMA വടകരയിൽ നിന്നും സഫാൻ എന്ന യുവാവിൽ നിന്നും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലഹരി ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കേസായി മാറിയിരിക്കുന്നത്. ആദ്യം വടകര സ്വദേശിയായ സഫാനെ കസ്റ്റഡിയിലെത്തിയ ശേഷം പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യൽ, അയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുക, അക്കൗണ്ട് രേഖകൾ പരിശോധിക്കുക, ഇങ്ങനെ ചെയ്തപ്പോഴാണ് കീർത്തന എന്ന പേരാമ്പ്ര BRCയിലെ അധ്യാപികയാണ് ഇയാൾക്ക് ഈ MDMA വാങ്ങുന്നതിനുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്ത് നൽകിയതെന്ന് കണ്ടെത്തി. തുടർന്ന് ഇവരുടെ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇയാൾ പണം നിക്ഷേപിച്ചു എന്നും കണ്ടെത്തി. ഇതേ തുടർന്നാണ് കീർത്തന എന്ന BRCയിലെ അധ്യാപികയെ, കായിക പരിശീലക കൂടിയായ അധ്യാപികയെ പോലീസ് ചോദ്യം ചെയ്യുകയും ഇവരുടെ ഫോൺ രേഖകളും മറ്റുമൊക്കെ പരിശോധിക്കുകയും ചെയ്ത് അപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘം ഞെട്ടിത്തെറിച്ചത്. കാരണം ഒരു സാധാരണ അധ്യാപിക 10-12 ആയിരം രൂപ മാത്രം ശമ്പളം കിട്ടുന്ന അധ്യാപികയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കാഴ്ച ഇവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഈ അധ്യാപികയെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BRCയിലെ തന്നെ പരിശീലകയും ഓട്ടിസം സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാവ്യ എന്ന മറ്റൊരു അധ്യാപികയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ ലഭിച്ചത്. ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴും ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഒപ്പം ഇവർ അടുത്ത കാലത്ത് ആഡംബര കാർ അടക്കം വാങ്ങിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. നേരത്തെ പരിക്കുപറ്റി ഏതാണ്ട് 1 വർഷം മുമ്പ് ആശുപത്രിയിൽ സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള 22-കാരൻ ഷിൻഡോ ബാബുവാണ് ഈ മാഫിയയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഈ അറസ്റ്റിലായ ഡെലിവറി ബോയ് കൈമാറും. അത് ജിജിൻ ബാബു ആയിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി കൈമാറിയിരുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പോലീസ് ഇപ്പോൾ നിരത്തി അതിൻ്റെ സൂത്രധാരനിലേക്ക് എത്തിയത്. അനീഷ്, ഈ ഷിൻഡോ ഇയാൾ എന്താണ് 22 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒരു മാഫിയ തലവനൊക്കെ ആകാനുള്ള സാഹചര്യമായോ? എന്താണ് ഇയാളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി? എന്താണ് അയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ നേരത്തെ? ഈ ഷിൻഡോ ഷിബുവിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം അറസ്റ്റിലായ സഫ്വാൻ, അവരിൽ നിന്ന് പിന്നീട് കീർത്തന, കാവ്യ, നിഷ്മ, ഈ 3 അധ്യാപികമാരിലേക്ക് നടത്തിയ അന്വേഷണം നടത്തിയപ്പോഴാണ് ജിജിൻ കുര്യാക്കോസ് എന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ഒരു ഡെലിവറി ബോയിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. ഇയാളുടെ ഫണ്ടിൽ അക്കൗണ്ടിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്ന് കണ്ടെത്തി. ഈ പിടിയിലായ 3 അധ്യാപികമാരും ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് ഇയാളുടെ ഫോണും ഇയാളുടെ അക്കൗണ്ട് വിശദാംശങ്ങളും മറ്റും തേടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ നിന്നും ഈ ഷിൻഡോ എന്ന വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 22-കാരനാണ് ഇയാൾ പണം അയച്ചു നൽകിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ആണ് നടന്നിരിക്കുന്നത്. അതായത് മറ്റ് പലരും ഈ പല ശൃംഖലയുടെ താഴെ കണ്ണികൾ പലയിടങ്ങളിൽ നിന്നായി പിരിച്ചെടുക്കുന്ന പണം അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈമാറുന്നതിലൂടെ ലഭിക്കുന്ന പണം ഈ ജിജിൻ ശേഖരിക്കുന്നു. ജിജിൻ പിന്നീട് അത് ഷിൻഡോയ്ക്ക് കൈമാറുന്നു എന്നിങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജിജിനും ഈ അധ്യാപികമാരും മാത്രമാണോ ഇതിന്റെ കണ്ണുകൾ, അല്ലെങ്കിൽ ജിജിനെ പോലെ മറ്റ് ഇടനിലക്കാർ വീണ്ടുമുണ്ടോ? ആ ഇടനിലക്കാർക്ക് കീഴിൽ വീണ്ടും ഈ അധ്യാപികമാർ പോലെയുള്ള പ്രൊഫഷണലുകൾ വീണ്ടും ഉണ്ടോ എന്നടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇയാൾ വയനാട് സ്വദേശിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇയാളുടെ പേരും മറ്റു വിശദാംശങ്ങളും
വിശദാംശങ്ങളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ചില സൂചനകൾ വയനാട് സ്വദേശിയെക്കുറിച്ച് പോലീസ് നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ താഴെത്തട്ടിലുള്ള കണ്ണുകൾ അറസ്റ്റിലായപ്പോൾ തന്നെ, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ ഇയാൾ ഒളിവിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കർണാടകത്തിലെ 2 ഇടങ്ങൾ കേന്ദ്രമാക്കിയാണ് ഇയാളുടെ പ്രവർത്തനം നടക്കുന്നത് എന്ന നിഗമനമാണ് പോലീസ് ഉള്ളത്. ഒന്ന് ബംഗളൂരു ആണ്. നമുക്കറിയാം കേരളത്തിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഒരു നല്ല ശതമാനവും എത്തുന്നത് ബംഗളൂരു വഴിയാണ്. അതും വയനാട് റൂട്ടിലൂടെ എത്തുന്ന മയക്കുമരുന്നാണ് പലപ്പോഴും താമരശ്ശേരിയും കൊടുവള്ളിയും പോലെ ഇടങ്ങളിൽ നിന്നും കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പിടിച്ചെടുത്തത്. ഒപ്പം ഈ പിടിയിലാവുന്ന പല പ്രതികളും നൽകുന്ന മൊഴിയും ബംഗളൂരുവിൽ നിന്നാണ് തങ്ങൾ ഈ സ്റ്റോക്ക് എത്തിക്കുന്നതെന്നാണ്. ബംഗളൂരുവിൽ ഈ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള, ഈ നൈജീരിയയിൽ നിന്നും മറ്റതുപോലുള്ള മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് ഇത്തരത്തിലെ കുക്കിംഗ്, ഈ MDMA തയ്യാറാക്കുന്ന കുക്കിംഗ് എന്നാണ് പോലീസ് ഭാഷയിൽ ഇത് പറഞ്ഞത്. ഇത്തരത്തിൽ കുക്കിംഗ് നടത്തിയത് അവരാണ് എന്നാണ് പറയുന്നത്. അത്തരം പല ആളുകളെയും നേരത്തെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാലും അതിനുശേഷവും ഇപ്പോഴും ബംഗളൂരു കേന്ദ്രീകരിച്ച് ഈ തയ്യാറാക്കൽ കൃത്യമായി തന്നെ നടക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ആളുകളിൽ നിന്നാണ്, അത്തരം വൻകിട മാഫിയകളിൽ നിന്നാണ് ഈ ഷിൻഡോയെ പോലുള്ള ആളുകൾക്ക് മയക്കുമരുന്ന് ലഭിക്കുകയും അത് പല ഇടനിലക്കാർ വഴി താഴെത്തട്ടിലേക്ക് എത്തുകയും അത് പിടിക്കപ്പെടാനാവാത്തതിനപ്പുറം, അതായത് സാധാരണഗതിയിലുള്ള കടത്തുകാരും യുവാക്കളുമൊക്കെ ആയാൽ പെട്ടെന്ന് ഈ ശൃംഖലകളെ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ സമൂഹത്തിൽ നല്ല പദവിയുള്ള അല്ലെങ്കിൽ സൽപ്പേരുള്ള അധ്യാപികമാർ എന്ന രീതിയിലൊക്കെ ചെയ്യുന്ന യുവതികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്നൊരു നിഗമനത്തിലാവാം ഇത്തരം ഒരു രീതി ഇവർ തെരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ആദ്യം ഈ അധ്യാപികമാരിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നു, പിന്നീട് സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇത് വാങ്ങാനുള്ള പണം ആവശ്യമായി വരുന്നു. 10,000, 12,000, 15,000 രൂപ ഒരു മാസം ശമ്പളമായി ലഭിച്ചാൽ മാത്രം ഇത് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ എത്തുമ്പോൾ പുതിയ ആളുകളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു, പിന്നെ അവർ വഴി കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന ഒരു രീതിയാണ്, അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നതെന്ന നിഗമനത്തിലാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. എന്തായാലും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഒപ്പം മംഗലാപുരം മേഖല കേന്ദ്രീകരിച്ചും ആ മേഖലയിൽ കൂടെയും വലിയ തോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നു എന്ന വിവരങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതികൾക്ക്, അല്ലെങ്കിൽ ഈ പിടിയിലായ പ്രതികൾക്കും മംഗലാപുരം വഴിയുള്ള ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് ഇതിനകം പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർണാടക കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. ഒപ്പം ആരൊക്കെയാണ് ഈ പിടിയിലായ 3 അധ്യാപികമാരിൽ നിന്നും മയക്കുമരുന്ന് കൈപ്പറ്റിയത്, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ഏജന്റിൽ നിന്നും ആർക്കൊക്കെയാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. പക്ഷേ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം 100 കണക്കിന് ഇടപാടുകാരാണ് ഈ 3 അധ്യാപകന്മാരുടെയും ഫോണുകളിലേക്ക് ബന്ധപ്പെടുകയും അവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായും ഈ ഇടപാടുകാരായി, അതായത് ഇത് ഉപയോഗിക്കാനായി പണം കൊടുത്ത് വാങ്ങുന്നവരാണോ, അല്ലെങ്കിൽ വീണ്ടും വിൽപ്പന നടത്താനായി വൻകിടമായി ഈ മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ബൺമസ്ക എന്ന സ്ഥാപനം കാവ്യ പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന് നടത്തിയിരുന്നു. അവിടെ രാത്രി കാലങ്ങളിൽ വലിയ തോതിൽ യുവാക്കൾ ബൈക്കുകളിലും കാറുകളിലുമൊക്കെയായി എത്തിയിരിക്കുന്നു എന്ന് നാട്ടുകാർ തന്നെ നേരത്തെ പരാതി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ബൺമസ്കയിൽ എത്തിയ ആളുകൾ ആരൊക്കെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം കീർത്തനയുമായി അടുപ്പം പുലർത്തിയ ആളുകൾ ആരൊക്കെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇവരുടെ ഫോണുകളിലേക്ക് പണം അയച്ച ഓരോരുത്തരെയും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അവർ അക്കൗണ്ട് ലൊക്കേഷൻ വിവരങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത ഓരോരുത്തരെയും കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ ഈ തട്ടിപ്പിന്റെ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കടത്തിന്റെ ഒരു സമഗ്ര ചിത്രം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജിത രീതിയിലുള്ള അന്വേഷണവുമായി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. എൽദോ, അനീഷ്, അതായത് ഒരു ഡെലിവറി ബോയിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഷിൻഡോയിലേക്ക് എത്തിയത് ഏതാണ്ട് 1 കോടി രൂപയാണെങ്കിൽ എത്ര ഡെലിവറി ബോയ്മാരുണ്ടാകും? മാത്രമല്ല ഈ ഡെലിവറി ബോയ് അതൊരു കണ്ണി മാത്രമായിരിക്കാം. ഈ ബ്രാഞ്ചസ് ഇങ്ങനെ പടർന്നു പന്തലിക്കാനുള്ള സാഹചര്യമില്ല. ഈ അധ്യാപികമാർ അത് 3 പേർ, അവർ ഒരു പക്ഷേ ഇതിൽ നിസ്സാരക്കാരായിരിക്കാം ഈ വലിയ ശൃംഖലയിൽ. അപ്പോൾ കൂടുതൽ തുറന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ടോ പോലീസ് ഇതിൻ്റെ ഒരു വ്യാപ്തി അറിയാൻ?
ഈ അധ്യാപികമാർ താഴെത്തട്ടിലെ കണ്ണികളാണെന്ന് പറയുമ്പോഴും അവരുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന പണത്തിന്റെ അളവ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി പിടികിട്ടും. കാരണം ഓരോ അക്കൗണ്ടിൽ നിന്നും പലതരത്തിലുള്ള പണം വന്നിട്ടുണ്ട്. 2000 മുതൽ ഉള്ള കണക്കുകളാണ് ഓരോ ആളുകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ ചില്ലറ വിൽപ്പന, ഈ ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള വിൽപ്പന മാത്രമാണോ, അതോ ഈ അധ്യാപികമാർക്ക് പിന്നാലെ വീണ്ടും ചെറുകണ്ണികൾ ഉണ്ടോ? അവർ കുട്ടികളെ ലക്ഷ്യം വെച്ചിരുന്നോ, മറ്റ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നോ, യുവതികളെ ലക്ഷ്യം വെച്ചിരുന്നോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഈ വലിയ ഒരു വ്യാപ്തിയിൽ കച്ചവടം നടത്തുമ്പോൾ ഈ പണം ഈ അധ്യാപികമാർ മാത്രം, അവരുടെ പണം മാത്രമാണോ ഈ ജിജിന്റെ കൈവശം എത്തിയത്, ജിജിന് ഈ ഒരു അക്കൗണ്ട് മാത്രമാണോ ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കേണ്ടി വരും. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു അക്കൗണ്ടുകൾ വഴി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വഴി മാത്രമല്ല ഇടപാടുകൾ നടന്നത്. മറ്റ് ചില ATM കാർഡുകൾ ഉപയോഗിച്ചും ഈ ജിജിനും അധ്യാപികമാരുമൊക്കെ ഇടപാടുകൾ നടത്തിയിരുന്നു. അതായത് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറയപ്പെടുന്ന മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടുകൾ ഈ ഇടപാടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ഓൺലൈൻ തട്ടിപ്പുകളിൽ, ഈ സൈബർ ചതിക്കുഴികളിലൊക്കെ പെടുന്ന ആളുകളുടെ പണം നഷ്ടപ്പെട്ട ഉറവിടം അന്വേഷിച്ച് പോലീസ് എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് നടത്തിയ ആളുകളിലേക്കായിരിക്കില്ല എത്തുന്നത്. ഈ മധ്യപ്രദേശിലെയോ ഛത്തീസ്ഗഡിലെയോ അല്ലെങ്കിൽ ജാർഖണ്ഡിലെയോ ഒക്കെ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരുടെ പേരിലും മറ്റുമൊക്കെ ഉള്ള അക്കൗണ്ടുകളിലേക്കായിരിക്കും പലപ്പോഴും ഇത്തരം ചങ്ങലകൾ എത്തിപ്പെടുക. ഈ അക്കൗണ്ട് ഉടമയായ ആൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു അക്കൗണ്ട് പോലും ഉണ്ടാവാത്ത സാഹചര്യമുണ്ട്. ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇവരുടെ വീടുകളിലേക്ക് അന്വേഷിച്ചെത്തുമ്പോൾ മാത്രമാവും തന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പോലും ആ വ്യക്തികൾ മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകൾ വഴിയും ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പൂർണ്ണമായും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ചിത്രം ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ കസ്റ്റഡിയിലായ ആളുകളുടെ ഫോണുകൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതൊക്കെ മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഇടപാടുകൾ നടന്നത്, ഏതൊക്കെ വ്യക്തികളെ ഇതിനായി ദുരുപയോഗം ചെയ്തു, എത്ര ATM കാർഡുകൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം വിദേശ അക്കൗണ്ട് നമ്പറുകൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഫോൺ നമ്പറുകളൊക്കെ ഉപയോഗിച്ചും ഈ ഇടപാടിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അതായത് പിടിക്കപ്പെടാതിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് അത്തരം വിദേശ നമ്പറുകൾ പോലും ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജിജിൻ കുര്യാക്കോസിന് ഈ വനിതകളായ അധ്യാപികമാരുടെ പക്കൽ നിന്നും മാത്രമാണോ പണം ലഭിച്ചത്, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസ് മാത്രമാണോ ഈ ചങ്ങലയുടെ ഒരു ഇടനിലക്കാരനായി ഈ കോഴിക്കോട് മലബാർ മേഖലയിൽ ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ മലബാർ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും ഈ ഷിൻഡോ എന്ന 22-കാരനായ മുഖ്യ ആസൂത്രകന് ചങ്ങലകളുണ്ടാവാം, ഇടനിലക്കാരനുണ്ടാവാം. അവർ വഴി എത്ര കോടി രൂപയുടെ മയക്കുമരുന്നാവാം ഇവിടേക്ക് ഒഴുകിയത്, അത് എത്ര പേരിലേക്ക് എത്തിപ്പെട്ടിരിക്കാം, എത്ര കുട്ടികൾ ഇതിന് ഇരയായിരിക്കാം, എത്ര സ്ത്രീകൾ ഇതിന് ഇരയായിരിക്കാം എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 2.8 ഗ്രാം MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്ര വ്യാപ്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. അക്കാര്യത്തിൽ പോലീസിന് അഭിമാനിക്കാം. ഇതേ ഒരു ആർജവം തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ വേരെറുക്കാൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഈ അധ്യാപികമാരിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആര് വഴിയാണ് ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറാവും എന്നറിയാം. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. ഇനിയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ ഈ അന്വേഷണത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എൽദോ. റൈറ്റ്. അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ ശൃംഖലയാണ്, വലിയ കണ്ണികൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കരുതാമെങ്കിൽ പോലും അവരും ചെറിയ മീനുകളല്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകി. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത് ഈ പ്രീ റോൾ കോണുകൾ വിൽപ്പനയുടെ കാര്യത്തിലാണ്. ഈ പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് പിന്മാറണമെന്ന് ഓൺലൈൻ ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രീ റോൾ കോണുകൾ ലഹരി വ്യാപനത്തിന് ഇടയാക്കുമെന്നും ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇൻസ്റ്റമാർട്ടിലൂടെ പ്രീ റോൾ കോണുകൾ വിൽക്കുന്നത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്തയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ, അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി
രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഈ പ്രീ റോൾ കോണിനെ പറ്റിയുള്ളത്. അതാണ് ഇപ്പോൾ ചർച്ചയായത്. അരുൺ, ഈ ആഭ്യന്തരമന്ത്രി ഈ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഈ പ്രീ റോൾ കോഡുകൾ ഇങ്ങനെ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രൊസീഡിങ്സിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിയില്ലേ? ഏറ്റവും നിയമപരമായി ഇത് തടയാൻ സർക്കാരിന് ഇപ്പോൾ കഴിയില്ല. കാരണം സ്വാഭാവികമായും ഈ കോണുകൾ വിൽക്കുന്നത് GSTയും അടച്ച്, നികുതി അടച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് നിയമപരമായി അത് തടയാൻ ഇപ്പോൾ കഴിയില്ല. നിയമവിരുദ്ധമെന്ന് പറയാനും കഴിയില്ല. പക്ഷേ അതിന്റെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കോണുകളിലൂടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഇത് വഴിയൊരുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലഹരിയുടെ അടിവേരിറക്കാനും ലഹരിയുടെ വരവ് വരാനും ഒക്കെ സർക്കാർ വലിയ ശ്രമങ്ങൾ, തൂഫാനിലൂടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും ഇത്തരത്തിൽ സ്കൂൾ കുട്ടികൾ ലക്ഷ്യമിട്ടുള്ള കോണുകൾ വിപണിയിൽ സജീവമാണ്. വളരെ എളുപ്പം കിട്ടാവുന്നതാണ്. മിനിറ്റുകൾക്കുള്ളിൽ വീടുകൾ അല്ലെങ്കിൽ അവരെവിടെയാണോ അവർ ഓർഡർ ചെയ്ത് അവിടേക്ക് ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഇത് എത്തുന്നു എന്നുള്ള ഏറ്റവും അപകടകരമായ കാര്യം. കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നു. അത് ഈ ഡെലിവറി ബോയ് ഇന്നലെ നമ്മോട് പറഞ്ഞത് കൂടുതൽ ഈ ആവശ്യക്കാർ കുട്ടികളാണ്. അത് വീടുകളിലേക്കല്ല. അവർ ഒന്നുകിൽ പുറത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ സമീപമൊക്കെയാണ് പലപ്പോഴും ഈ അഡ്രസ്സായി നൽകുന്നത്. അവിടേക്ക് ഇത് വിതരണത്തിലെത്തിക്കുകയാണ്. അത് വലിയ രീതിയിൽ എന്റെ ആവശ്യകത കഴിയാണ്ട് 1-2 മാസം കൊണ്ട് കൂടി വരുന്നു. നേരത്തെയൊക്കെ ഇത്തരം ലഹരി ഉപയോഗത്തിന് സ്വാഭാവികമായും പേപ്പർ വാങ്ങി ചുരുട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് കാര്യങ്ങൾ നടത്താൻ ഈ കോണുകളിലൂടെ സാധിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തടയാനുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും. അത് ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെയല്ല. അദ്ദേഹം പറഞ്ഞത് ഡെലിവറി ബോയ്സ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഡെലിവറി ബോയ്സിന് ഒരു ഓർഡർ ലഭിക്കുമ്പോൾ അവർക്ക് ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ അത് എത്തിക്കുക മാത്രമാണ് അവരുടെ ജോലി. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇതിന്റെ അവൈലബിലിറ്റി, ഇതിന്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കഞ്ചാവ് മറ്റ് ചുരുട്ടാനുള്ള പേപ്പറുകൾ ഓൺലൈനിൽ നിന്ന് ലഭ്യമായിരുന്നു. അത് സർക്കാർ ഇടപെടുകയും അത് വിതരണം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയും അതേ രീതിയിൽ സർക്കാരിന് ഈ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾക്ക് കത്തെഴുതാൻ കഴിയും. ഇത്തരം സാധനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഇൻസ്റ്റാമാർട്ട് പോലുള്ള വളരെ വേഗത്തിൽ കുട്ടികൾക്ക് ഇത് എത്തുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി വിതരണം ചെയ്യരുത്. അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഇവർക്ക് നിർദ്ദേശം നൽകാനും അവരോട് അഭ്യർത്ഥിക്കാനും ഒക്കെയുള്ള സാധ്യത സർക്കാരിന് മുന്നിലാണുള്ളത്. ഇത്തരം നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുമെന്ന് തന്നെ കരുതാം. അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിഷയം കാണുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും. കാരണം സർക്കാർ ലഹരി വരവിന്റെ വഴികൾ അടയ്ക്കാൻ പരമാവധി ശ്രമിക്കുമ്പോൾ പുതിയ മാർഗങ്ങളിലൂടെ ലഹരി ഉപയോഗം എളുപ്പമാക്കാനുള്ള മാത്രം വഴിവെക്കുന്നതാണ് ഇത്തരം കോണുകൾ പോലുള്ള കാര്യങ്ങൾ. അത് മറ്റു ഉപയോഗങ്ങൾക്കൊന്നുമില്ലാതെ ഈ ലഹരി ഉപയോഗിക്കുക എന്നൊറ്റ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റ വഴി ഉള്ള കാര്യമാണത്. അത് തടയാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഏതായാലും ഇതിന്റെ പ്രസ്താവനയ്ക്കപ്പുറം ഇത് തടയാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസോ വൈകാതെ ബന്ധപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ മാത്രമേ ഇത് വിൽപ്പന തടയാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതിന്റെ സ്വാഭാവികമായും ഓർഡർ ലഭിച്ചാൽ അത് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് ഡെലിവറി ബോയ്സിന്റെ ഉത്തരവാദിത്വം. അവരെ മാത്രം വഴികാരി രക്ഷപ്പെടാൻ കഴിയുന്നൊരു വിഷയമല്ല ഇത്. അരുൺ, ഈ എന്തായാലും ഈ ഒരുപക്ഷെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികൾ നമുക്ക് ഇവിടെ നിരോധിതമാണ്, വിലക്കിയിരിക്കുന്നതാണ് നിയമപരമായി തന്നെ. ഇപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അത് പക്ഷേ രാജ്യാന്തര ഇടങ്ങളായിരിക്കാം, രാജ്യാന്തര പ്ലാറ്റ്ഫോമുകളായിരിക്കാം. അതിൽ രാജ്യാന്തര മറ്റിടങ്ങളിൽ ഇത് ലീഗലായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് കഞ്ചാവ് പോലുള്ള ലഹരികൾ. ആ സമയം നിരോധിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഇത്തരം ഹെൽപ്പ് ചെയ്യുന്ന ആക്സസറീസ് അത് വിൽക്കുന്നതും അത് നിയമപരമായി തെറ്റ് തന്നെയില്ല, അല്ലെങ്കിൽ അതും ഒരു നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് തെറ്റായി തന്നെ കണക്കാക്കാവുന്നതല്ലേ?
നേരിട്ട് അത് ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് നേരിട്ട് പറയാൻ കഴിയില്ല. കാരണം കോണുകളാണ് ഉപയോഗം എന്നുള്ളത് മറ്റൊരു വശമാണ്. എന്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ റിപ്പോർട്ട് അത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കോണുകൾ ഇൻസ്റ്റാമാർട്ട് പോയി വിൽക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ സർക്കാരിനോ അങ്ങനെ ഒറ്റയടിക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം GST അവിടുത്തെ ഇത്തരം സാധനങ്ങൾ ആർക്കും വിൽപ്പന നടത്താം. അതിന്റെ ഉപയോഗത്തിലേക്ക് പോകുമ്പോഴാണ് എന്താണ് അതിന്റെ ഉപയോഗം, ആരാണ് അതിന്റെ ഉപയോക്താക്കൾ എന്ന കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് സ്വാഭാവികമായും ഇതിന്റെ ഗുരുതരമായ സാമൂഹിക വശം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് തടയുക എന്നത് കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വേണം കരുതാൻ. അത് തടയുക കൂടിയാണ് സർക്കാർ ചെയ്യേണ്ടതും. ഏതായാലും ഈ ഒരു കോളുകൾക്ക് മറ്റുപയോഗങ്ങളൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്താ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഇത് ലഹരി ഉപയോഗത്തിന് മാത്രമുള്ള ഒരു ഉപകരണമാണ്. അത് ഓൺലൈനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ലക്ഷ്യം ഇതാണ്, അതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് ഈ കമ്പനികളെ ബോധ്യപ്പെടുത്താനും ആ പ്ലാറ്റ്ഫോമുകളെ ബോധ്യപ്പെടുത്താനും അതുവഴി ഇനി ഇത് നിൽക്കാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകാനും ഉള്ള ഉത്തരവാദിത്തം കൂടിയാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഉള്ളത്. അത്തരം ഇടപെടലുകളാണ് ആഭ്യന്തരത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ അദ്ദേഹം എടുക്കുന്ന താല്പര്യവും ഒക്കെ വളരെ പ്രശംസനീയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് എത്താതിരിക്കാനുള്ള, അതുവഴി കുട്ടികളിലേക്ക് ഇത് എത്താതിരിക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തിൽ ആഭ്യന്തര എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. റൈറ്റ്. ഇൻസ്റ്റാമാർട്ടിൽ ഇപ്പോൾ 18+ ആണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്നൊരു ക്ലിക്ക് കൊടുത്താൽ നമുക്ക് ആർക്കും വാങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ് ഈ കോണുകൾക്ക്, പ്രീ റോൾ കോണുകൾക്ക്. അതായത് ആ കോണുകൾ കൊണ്ട് മറ്റൊന്നും ഉപയോഗിക്കാനില്ല. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കോൺ വാങ്ങേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ മറ്റൊന്നും നിറയ്ക്കാനില്ല. നിറയ്ക്കേണ്ടത് ലഹരി തന്നെയാണ്. ആ ലഹരി നിറയ്ക്കാൻ വേണ്ടി തന്നെയാണ് അത് വിൽക്കേണ്ടത് എന്നുള്ളതാണ് സാഹചര്യം. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് കുറച്ചുകൂടി GST ഒക്കെ ഉൾപ്പെടെ നൽകി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഇത് ഇൻസ്റ്റാമാർട്ടിൽ മാത്രമല്ല കേട്ടോ, പല 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 ഷോപ്പുകളിലും പ്രീപെയ്ഡ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയി കണ്ടിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ ഒരിക്കലും നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് ലഹരിക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്, ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ് എന്നുള്ള തർക്കമില്ല. ആ കോണുകൊണ്ട് മറ്റൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും ആഭ്യന്തരമന്ത്രി ന്യൂസ് 18 ഉന്നയിച്ച ഈ വിഷയം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ പ്രതികരണം നൽകിയതാണ്. ഇതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. ഒപ്പം ഡെലിവറി ബോയ്സ്, അവരുടെ ജോലി അത് ഡെലിവറിയാണ്, അതിനപ്പുറത്തേക്ക് ലഹരിയുടെ വ്യാപനമാകരുത് എന്നും അദ്ദേഹം പറയുന്നു. വി അരുണാണ് തിരുവനന്തപുരത്ത്. കൊല്ലം കടവൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം. ഒന്നാം പ്രതി ശ്യാംകുമാർ ഒളിവിലാണ്. രണ്ടാം പ്രതി മഹേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാജു എന്ന ആനയുടെ മൂന്നാം പാപ്പാനാണ് കൊല്ലപ്പെട്ട രാജു. എസ് വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീഷ്, ഈ ഒരുപക്ഷെ തൃക്കടവൂരിലെ ശിവരാജ് എന്ന ആനയുടെ മൂന്നാം പാപ്പൻ എന്ന നിലയിലായിരിക്കും കൂടുതൽ അറിയുക. എങ്കിൽ പോലും ഈ സൗഹൃദത്തിനിടയിൽ, മദ്യപാനത്തിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്? എന്തോ അമിതമായിട്ടുള്ള ഈ ഒരു ലഹരി ഉപയോഗം ഒരാളുടെ ജീവൻ എടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൊല്ലം അഞ്ചാലുമൂട്ടിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കടവൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കം, മദ്യപാനത്തെ ചൊല്ലിയുള്ള ഒരു വാക്കുതർക്കം, അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ഒരാളുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പാൽക്കുളങ്ങര സ്വദേശി രാജു, 39 വയസ്സാണ് രാജുവിന് പ്രായം. അതുപോലെ തന്നെ എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവരാജുവിന്റെ മൂന്നാം പാപ്പാനാണ് ഈ രാജു. രാജുവുമായിട്ട് ഇവർ സ്വന്തം ചേർന്ന് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ശ്യാംകുമാർ, മഹേഷ്, ഇവർ സഹോദരങ്ങളാണ്. ഇതിൽ മഹേഷാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് രാജുവിനെ കുത്തിയത്. ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ മഹേഷും ശ്യാംകുമാറും ഒളിവിൽ പോയെങ്കിലും ഇതിൽ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത 2 പേരെയും പോലീസ് പിടികൂടി എന്നുള്ളതാണ്. എന്തായാലും രാജുവിനെ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്ഥിതി ഗുരുതരമായതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അങ്ങനെ എന്തായാലും രാജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജുവിന്റെ മൃതശരീരം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മദ്യപാനത്തെ ചൊല്ലിയുണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ, തുടർന്നുണ്ടാകുന്ന കയ്യാങ്കളികൾ, കൊലപാതകങ്ങൾ ജില്ലയിൽ
ജില്ലയിൽ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്തോ എടുത്തു പറയേണ്ടത്. വിനീഷ്, ഇത് പകൽ സമയത്തുള്ള മദ്യപാനമായിരുന്നോ അതോ രാത്രിയിൽ നടന്നതാണോ? എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഈ തൃക്കടവൂർ ശിവരാജുവിനൊപ്പം അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള സമയത്താണോ, ജോലി ചെയ്യുന്നതിന്റെ സമയത്താണോ ഈ തർക്കവും ഇങ്ങനെ ഒരു കത്തിക്കുത്തുമൊക്കെ ഉണ്ടായത്? എന്തോ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 9:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിലാണ് ഇവർ രാത്രിയിൽ സംഘം ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. ആ മദ്യപാനത്തിനിടയിൽ തർക്കത്തിൽ ഏർപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൃതശരീരം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നടപടിക്രമങ്ങൾക്ക് ശേഷം രാജുവിന്റെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എൽദോ, റൈറ്റ്, മദ്യലഹരിയിലാണ് ഈ കൊലപാതകം നടന്നത്. രണ്ട് പ്രതികൾ അവർ സഹോദരങ്ങളാണ്. ആ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന വിവരം അനുസരിച്ചാണ് രണ്ടുപേരും പിടിയിലാവുന്നത്. ഒന്നാം പ്രതി ശ്യാംകുമാർ, രണ്ടാം പ്രതി മഹേഷ്. രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ മൃതദേഹം അത് കൂടുതൽ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കടവൂർ ശിവരാജു എന്നാൽ അത്യാവശ്യം ആനപ്രേമികൾക്കിടയിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു ആനയാണ്. അപ്പോൾ ആനയുടെ മൂന്നാം പാപ്പാനാണ് ഈ കൊല്ലപ്പെട്ട രാജു എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാലും വിനീഷ് സൂചിപ്പിച്ചതുപോലെ അമിത ലഹരി ഉപയോഗം, അമിത മദ്യപാനം, ഇതിൽ ഒരു ആൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസുകാരനായ വിനോദ് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദനുൾപ്പെടെ 56 പ്രതികളെ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി അശോകൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇയാൾ മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദനുൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചു. പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ വിനോദിന്റെ കുടുംബം രംഗത്ത് വന്നു. 2003 വയനാട് മുത്തങ്ങയിൽ ആദിവാസികൾ കയ്യേറിയ വനഭൂമി ഒഴിപ്പിക്കാൻ എ.കെ. ആന്റണി സർക്കാർ നടത്തിയ പോലീസ് നടപടിയാണ് മുത്തങ്ങ വെടിവെപ്പിലും കൊലപാതകങ്ങളിലും കലാശിച്ചത്. കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി കിട്ടിയില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ടി.എം. റഷീദ് പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം CBI അന്വേഷണം നടന്നിട്ട് പോലും ഒരു ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ജോഗി കൊല്ലപ്പെട്ടത് പോലീസ് നടപടിക്കിടെ ബോധപൂർവമുണ്ടായതല്ല എന്നുള്ള കണ്ടെത്തൽ കോടതി നേരത്തെ അംഗീകരിച്ചതാണെന്ന് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്. ജേറിനെ തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പല സാക്ഷികളും ഇപ്പോൾ തന്നെ രണ്ടാം പ്രതിക്കെതിരെ കൊലക്കേസ് കണ്ടെത്തിയെങ്കിലും ശിക്ഷിക്കാനായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പല സാക്ഷികളും സ്ഥലത്തില്ലാതാവുകയും മരണപ്പെടുകയും അല്ലെങ്കിൽ രോഗാവസ്ഥയിലാകുകയും. അതുപോലെ പ്രതികളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അവർ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി പ്രോസിക്യൂഷൻ്റെ സ്റ്റെപ്പ് എന്താണ്? ഇനി ജഡ്ജ്മെൻറ്റ് കാണണം. അതിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യബിൾ ആണ് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യും, ഹൈക്കോടതിയിൽ പോകും. ഇത്രയാണ്. കേസിന്റെ നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ല എന്ന് മുത്തങ്ങയിൽ കൊല്ലപ്പെട്ട വിനോദിന്റെ സഹോദരൻ ബാബു പറഞ്ഞു. അർഹതപ്പെട്ട കാര്യങ്ങൾ ഒന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിൻ്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മാഹൂതിയാണെന്നും ബാബു. ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. അതും എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.
ജയരാജ് ബത്തേരി കൂടുതൽ വിവരങ്ങൾ നൽകും. ജയരാജ്, അങ്ങനെ ആ കേസിൽ, അതായത് വിനോദിനെ സമരത്തിനിടെ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. അപ്പോൾ കുടുംബം സൂചിപ്പിച്ച പോലെ 23 വർഷത്തോളം കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനൊടുവിൽ ഇതാ കോടതി വിധി വരുന്നു, അവരെ വെറുതെ വിടുന്നു. രണ്ടാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി, പക്ഷേ ശിക്ഷ വിധിച്ചില്ല മരണപ്പെട്ടതിനാൽ. എന്താണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യങ്ങൾ? കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച മുത്തങ്ങ സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 23 വർഷത്തിന് ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത്. കൊലപാതക കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതിനെ തുടർന്ന് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ ഉൾപ്പെടെ ഏതാണ്ട് 35 പ്രതികളെ വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റു വകുപ്പുകളിലായി 22 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജഡ്ജി E. അയ്യൂബ് ഖാൻ പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും കേസിൽ കൊലപാതകം നടത്തിയെന്ന് ആരോപിച്ച മറ്റൊരു വ്യക്തി ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിധി പറഞ്ഞിട്ടില്ല. പോലീസിനെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിതമായി ഗൂഢാലോചന നടത്തി ആയുധങ്ങളുമായി സംഘം ചേർന്നു എന്നതായിരുന്നു CBI ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഈ കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം പ്രതിയായ M. ഗീതാനന്ദനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വധശ്രമം, കൊലപാതകം, വനഭൂമി കയ്യേറൽ, കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ അബ്ദുൽ സലാം എന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച മറ്റൊരു കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 5 വർഷം ആണ് അവർക്ക് ശിക്ഷ. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് 2003 ഫെബ്രുവരി 19 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് CK ജാനു, M. ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ കീഴിൽ വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽക്കെട്ടി അവകാശ സമരം തുടങ്ങിയത്. വനം കയ്യേറിയുള്ള ഈ സമരത്തെ തുടർന്ന് ആദിവാസികളെ ഒഴിപ്പിക്കാൻ പോലീസ് വലിയ സന്നാഹങ്ങളോടെ എത്തുകയും ശ്രമം വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പോലീസ് നടപടിക്കുണ്ടായ ഏറ്റുമുട്ടലിലാണ് കണ്ണൂർ ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ പ്രതികൾ വിനോദിനെ ബന്ദിയാക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും ചോര വാർന്നാണ് വിനോദിന് ജീവൻ നഷ്ടമായതെന്നാണ് അറിയുന്നത്. ജയരാജ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ടല്ലോ. അതിൽ 5 വർഷം കഠിന തടവ്, 10,000 രൂപ പിഴ. അതെങ്ങനെയാണ് അനുഭവിക്കേണ്ടത്? അത് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമോ ഗീതാനന്ദനുൾപ്പെടെ? തീർച്ചയായും പൊതുവെ 19 വർഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെ 5 വർഷത്തേക്കാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതായത് 10,000 രൂപ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ പിഴ ഇല്ല. 5 വർഷത്തേക്ക് കഠിന തടവാണ്. ഗീതാനന്ദൻ, അതേപോലെ തന്നെ ബിനു, രമേശൻ, അനിൽകുമാർ എന്നീ 4 പേർക്കെതിരെയാണ് തടവ്. പക്ഷേ 250ഓളം പേജുള്ള വിധി പ്രസ്താവമാണ്. ഇപ്പോഴും അവര് കോടതിയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ശിക്ഷ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമുക്ക് അല്പം കൂടി കഴിഞ്ഞാലേ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. റൈറ്റ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങുകയാണ്. കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാലുണ്ടാകുന്ന അയോഗ്യത അത് മറികടക്കാൻ വേണ്ടി R. സുഗതൻ അഭിഭാഷകർ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP വാഴോട്ടുകോണം കൗൺസിലറാണ് R. സുഗതൻ. അവധി അപേക്ഷയ്ക്ക് പക്ഷേ നിയമപരമായിട്ടുള്ള അടിത്തറ ഇല്ല എന്നാണ് LDF-ന്റെയും UDF-ന്റെയും നിലപാട്. ഈ യോഗത്തിൽ സുഗതൻ വിട്ടുനിന്നാൽ 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അതിലെ കൗതുകവും ആകാംക്ഷയും. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കൗൺസിൽ യോഗമാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് ഇടെ അത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ അമ്പരപ്പോടെ എല്ലാവരും കാത്തുനിന്ന ചില നിമിഷങ്ങളായിരുന്നു അതൊക്കെ. എന്താണെങ്കിലും ഇതാ ഇപ്പോൾ സുഗതന് ഇന്ന് എത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എങ്കിൽ അത് തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാത്ത പ്രശ്നമുണ്ടാകും. അവിടെ UDF-ഉം LDF-ഉം നിലപാട് ഘടിപ്പിച്ചാൽ അവിടെ എങ്ങനെയാണ് മേയർക്ക് ഈ അഭിഭാഷകർ നൽകിയ അഭിഭാഷകർ മുഖേന സുഗതൻ നൽകിയ അവധി അപേക്ഷയിൽ എന്ത് തീരുമാനമെടുക്കാനാണ് കഴിയുക നിയമപരമായി? എൽദോ, മേയർ ഡയസിലേക്ക് എത്തിയിരിക്കുന്നു.
ഈ കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ കൗൺസിൽ യോഗം തുടങ്ങിയ സമയം മുതൽ പ്രക്ഷുബ്ധമായിരുന്നു കൗൺസിൽ ഹാള്. LDFന്റെയും BJPയുടെയും UDFന്റെയും അംഗങ്ങൾ പരസ്പരം കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് വരെ എന്ന കാര്യങ്ങൾ എത്തിയതാണ്. പിന്നീടാണ് 20 പേരുടെ പുനഃസത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശമുണ്ടാകുന്നു. 19 പേർ ആദ്യം തന്നെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുഗതന് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ അനുമതിയോടെ തന്നെ വിയ്യൂർ ജയിലിൽ വെച്ച് മേയറുടെ സാന്നിധ്യത്തിൽ സുഗതൻ പുനഃസത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഇന്ന് ഈ കൗൺസിൽ 3ാം തവണ ചേരുമ്പോഴും 3 തുടർച്ചയായ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല സുഗതനെ എന്നതാണ് നിലവിലെ സ്ഥിതി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറ്റ് കൗൺസിലർമാർ. പ്രത്യേകിച്ച് LDFും UDFും അക്കാര്യത്തിൽ ഒരേ നിലപാടിലാണ്, കടുത്ത നിലപാടിലാണ്. അതിനോട് ഏത് തരത്തിലായിരിക്കും BJP നേതൃത്വം അല്ലെങ്കിൽ നഗരസഭ ഭരിക്കുന്ന അറിയാനുള്ളത്. അദ്ദേഹം ഒരു അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് അഭിഭാഷകർ മുഖേന. അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവധി നൽകുമോ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എന്നതാണ് അറിയാനുള്ളത്. അങ്ങനെ നൽകിയാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് UDFന്റെയും LDFന്റെയും കൗൺസിലർമാർ. അങ്ങനെയാണ് അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡാൻ, ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ആദ്യം എപ്പോഴത്തേക്ക് ഈ വിഷയങ്ങളിലേക്ക് അതിനു മുമ്പ് ഇപ്പോൾ മേയർ VV രാജേഷ് സംസാരിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ എന്നിവർക്കും ഈ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു. അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു അവിടെ VV രാജേഷ്, തിരുവനന്തപുരം നഗരസഭാ മേയർ. നാട്ടിലും വലിയ പ്രതിഷേധത്തിനുള്ള സാഹചര്യമുണ്ട്. ഡാൻ, ഇനി നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ ഒരു അജണ്ട എന്താണ് ഇന്നത്തെ ഈ കൗൺസിലിലെ? ഈ നഗരസഭയുടെ കീഴിൽ ഉള്ള വിവിധ പ്രവർത്തനങ്ങൾ, അതായത് ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പറയുകയും തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് ആദ്യം കിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില അജണ്ടയിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ഈ അവധിയുടെ കാര്യത്തിൽ എന്താണ് സുഗതന്റെ അവധി അപേക്ഷയുടെ കാര്യത്തിൽ ഭരണകൂടത്തിന്റെ നിലപാട്, മേയറുടെ നിലപാട് എന്താണെന്ന് അദ്ദേഹം പറയുക. അപ്പോൾ മുതലാകും ഒരുപക്ഷെ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിലേക്ക് ഈ നഗരസഭാ കൗൺസിൽ ഹാള് നീങ്ങാൻ സാധ്യത. ഇപ്പോൾ സമാധാനപരമായാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നടപടിക്രമം. പ്രധാനപ്പെട്ട നഗരസഭാ കൗൺസിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ യോഗം ചേരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. LDF UDF ഒരേപോലെ സുഗതനെതിരെ നിലപാടെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയത് കൈകാര്യം ചെയ്യും BJPയുടെ നഗരസഭാ ഭരണകൂടം എന്നുള്ളതാണ് അറിയേണ്ടത്. മേയർ എന്ത് നിലപാടെടുക്കും? ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഈ കൗൺസിൽ യോഗം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ 22 വാർഡുകളുടെ ചാർജ് ഉണ്ടായിരുന്ന കൗൺസിൽ സെക്രട്ടറി ഷൈനി, അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ, കേരളത്തിൽ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച കൗൺസിൽ സെക്രട്ടറി ഷൈനിയെയും ഈ യോഗം അഭിനന്ദിക്കുകയാണ്. ഷൈനിയെ ഡയസിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. ഈ കൗൺസിൽ യോഗം നടന്ന് മുന്നോട്ട് പോകുന്ന ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ഈ കൗൺസിലെ ഇരിക്കുന്ന കൗൺസിൽ ഹാളിന് ഒഴികെയുള്ള
ഹാൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം. കൗൺസിലർ നടക്കുന്ന സമയത്ത് കൗൺസിലർമാരുടെ ഈ ഹാളിനുള്ളിൽ കയറി വിഷ്വൽ എടുക്കുന്നതും റിപ്പോർട്ടിങ്ങും ഒഴിവാക്കണം എന്ന് കൗൺസിൽ യോഗത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫോട്ടോഗ്രാഫർമാർ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക രേഖകളിൽ ആവശ്യമുള്ള ഫോട്ടോകൾ എടുക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങളുടെ പ്രവർത്തനത്തിനായി പരമാവധി കൗൺസിൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള ബാൽക്കണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ കൗൺസിലേഴ്സ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഫോൺ മുഖാന്തരം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ചീഫ്മാരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ അജണ്ടകളിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം അജണ്ട നമ്പർ 15/7/2026 നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്തും അതിനു മുൻപും നമ്മുടെ ഈ നഗരസഭാ മന്ദിരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യം കൗൺസിൽ യോഗത്തിലും അല്ലാതെയുള്ള സംഭാഷണങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച കഴിഞ്ഞ 6 മാസമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15/7/2026 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തത്. അന്ന് ആലോചിച്ചതനുസരിച്ച് 2000 മുതൽ നമ്മുടെ കോർപ്പറേഷനുമായി വിവിധ കാര്യങ്ങൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആർക്കിടെക്ട് അസോസിയേഷൻ്റെ നാഷണൽ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ ബി സുധീർ ആർക്കിടെക്ട്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമായ വിവരങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് രേഖകൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിച്ച കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിലേക്കായി അവരുടെ വിലയിരുത്തലിനായിട്ട് പ്രാഥമികമായിട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ചർച്ചകളിലേക്ക് പോകാം. ആർക്കിടെക്ട് അദ്ദേഹത്തെ ക്ഷണിക്കും. സുധീർ. നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ കെട്ടിട സമുച്ചയം ഒരു റിനോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രപ്പോസലായിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരാമിതികൾ നമുക്ക് ഈ കെട്ടിടത്തിൽ ഉണ്ട്. 50 കൗൺസിലേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കൗൺസിൽ ഹാളാണ്. ഇപ്പോൾ തന്നെ നമുക്ക് 100 പേരുണ്ട്. അത് ചിലപ്പോൾ 200 ആയേക്കാം. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളുവാനുള്ള രീതിയിലും പിന്നെ ഓഫീസുകളുടെ പ്രവർത്തന രീതി, കോൺഫറൻസ് ഹാളുകൾ, അങ്ങനെ പല പല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം നമുക്കുള്ളത് വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഇവിടെ 2.6 ഏക്കർ സ്ഥലമാണുള്ളത്. 2.66 ഏക്കേഴ്സ് ലാൻഡ്. അപ്പോൾ ഈ 2.6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തോടെ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം ഇതിനെ ഒരു വോയിഡായിട്ട് പണിയാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കാം. കാര്യം നമ്മൾ സാധാരണ ഒരു 5 സെൻറ്റുള്ളൊരു കെട്ടിടം ആലോചിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കെട്ടിടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ഥലം വളരെ കുറവായിരിക്കും. അതിനു പകരം ഈ കെട്ടിടത്തിനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് ഒരു പബ്ലിക് പ്ലാസ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഒരു പബ്ലിക് പ്ലാസ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭമായിട്ട് ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ചുവപ്പ് കെട്ടിടവും വായിക്കാൻ തോന്നുന്നു. നീല കെട്ടിടമാണ് ബാക്കിൽ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കൗൺസിലുള്ള പിങ്ക് കളറിലുള്ളതാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് താഴെ കാണിക്കുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ പച്ച കളറിൽ കാണിക്കുന്നു.
കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ്, വടക്ക് വശത്ത് റോഡാണ്, തെക്ക് വശത്ത് ഹോസ്റ്റലാണ്, പടിഞ്ഞാറ് വശത്ത് റോഡാണ്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു കോർണർ പ്ലോട്ടാണ് നമുക്കുള്ളത്. ഇതാണ് ബിൽഡിംഗ് റൂൾസ്. ഞാനിതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമുക്ക് FAR മാക്സിമം കിട്ടുന്നത് 3 അപ്പോൾ 3 കിട്ടിയാൽ മാത്രമേ നമുക്ക് മാക്സിമം ബിൽഡബിലിറ്റി കിട്ടത്തുള്ളൂ. നമുക്കൊരു കൺസ്ട്രെയിൻ ഉള്ളത് ഇവിടെ ഹെറിറ്റേജ് സോണാണ്. ഹെറിറ്റേജ് സോൺ ആയതുകൊണ്ട് നമുക്ക് ഹെറിറ്റേജിൻ്റെ റൂൾസ് പാലിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എയർപോർട്ടിൻ്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 37 മീറ്റർ പൊക്കം മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 നില നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അത്രയും കൂടി കൂടുതൽ പണിയാൻ വേണ്ടി. കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിച്ചു. ആദ്യ അജണ്ടകൾ അത് നഗരസഭാ കൗൺസിൽ ഓഫീസിൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്നാലും BJP കൗൺസിലർ സുഗതൻ്റെ കാര്യത്തിലുള്ള പരാമർശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവധി അപേക്ഷ എങ്ങനെയത് പരിഗണിക്കും എന്നുള്ളതൊക്കെ വരും സമയങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും വരും മണിക്കൂറുകളിൽ. പത്തനംതിട്ട കോന്നി കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹം ഉൾക്കാട്ടിൽ കണ്ടെത്തി. 1 മാസം മുൻപാണ് മോഹൻദാസിനെ കാണാതായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയായിരുന്നു മോഹൻദാസ് കാട് കയറിയത്. ശശി നാരായണ വിവരങ്ങൾ നൽകും. ശശി, എന്താണ് പ്രാഥമിക നിഗമനങ്ങൾ? എൽദോ, ഇന്ന് 11 മണിയോടുകൂടിയാണ് ഊരുമൂപ്പിന്റെ മൃതദേഹം. മോഹൻദാസ് ആണ് ഊരുമൂപ്പിന്റെ പേര്. കോന്നി കൊക്കാത്തോട് കാട്ടാത്തിപ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പനാണ് മോഹൻദാസ്. കഴിഞ്ഞ 1 മാസമായി മോഹൻദാസിനെ കാണാതായിരുന്നു. അതിൽ പ്രധാനമായ കാരണം ഈ മോഹൻദാസിന് കോടതിയിൽ ഒരു സമൻസ് ലഭിച്ചിരുന്നു. അതായത് വീട്ടിലെ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു. അത് കോന്നി പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം പരിഹരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പൊ കോടതിയിൽ നിന്നും ഈ സമൻസ് വന്നത്. സമൻസ് വന്നതിന് ശേഷം ആ കോടതിയിൽ ഹാജരാക്കാൻ ഭയം മൂലം ഈ മോഹൻദാസ് കാട്ടിൽ പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടാണ് മോഹൻദാസിനെ 1 മാസം മുമ്പ് കാണാതാവുന്നത്. അന്ന് മുതൽ പോലീസും വനംവകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വരെ നടത്തി വരികയായിരുന്നു. എന്തായാലും പല ദിവസങ്ങൾ തെരച്ചിൽ നടത്തിയിട്ട് മോഹൻദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് 11 മണിയോട് കൂടിയാണ് കോന്നി കാട്ടാത്തിപ്പാറ ഉൾവനത്തിലെ മോഹൻദാസ് തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി കണ്ടെത്തിയത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണോ മോഹൻദാസ് പോയിട്ടുള്ളത്, ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ മോഹൻദാസിന്റെ മരണത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മോഹൻദാസിനെ ഉൾവനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകളോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതാണോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം കൂടിയിട്ട് വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേസ് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. ആ കേസ് കോന്നി പോലീസ് സ്റ്റേഷനിൽ പരിഹരിച്ചതാണെന്ന് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ആക്ഷേപം നിലനിൽക്കുന്നത്. കാരണം ഈ കേസ് പരിഹരിച്ചതിന് ശേഷം വീണ്ടും വന്നതാണ് ഈ മോഹൻദാസിന് മനോവിഷമത്തിന് കാരണമായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയാണ് വീട്ടിൽ നിന്നും മോഹൻദാസിനെ കാണാതാകുകയായിരുന്നു. അങ്ങനെയാണ് കാട് കയറിയെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ മോഹൻദാസിനെ കാട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എൽദോ, റൈറ്റ്. ശശിനാരായണ സൂചിപ്പിച്ചതുപോലെ കാട്ടാത്തി നദിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹമാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ഉൾക്കാട്ടിൽ കണ്ടെത്തുന്നത്. ദിവസങ്ങൾ പഴക്കമുണ്ട്. എന്നാലും അദ്ദേഹത്തെ കാണാതായത് 1 മാസം മുമ്പാണ്. 1 മാസം മുമ്പ് കാണാതായ മോഹൻദാസിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. കോടതിയിൽ നിന്നും സമ്മൻസ് വന്നു. അത് പരിഹരിക്കപ്പെട്ട സംഭവത്തിൽ സമ്മൻസ് വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അദ്ദേഹം കാട് കയറുന്നതും ഇപ്പോൾ മരിച്ച നിലയിൽ മോഹൻദാസിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത് ഉൾക്കാട്ടിൽ. വയനാട് മാനന്തവാടിയിൽ യുവതിയെ ബലം പ്രയോഗിച്ച് ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതിയായ KC മനോജ്, ഒത്താശ ചെയ്ത കൊട്ടിയൂർ സ്വദേശി ബിന്ദു, യുവതിയുടെ ഭർത്തൃമാതാവ്, ഈ 3 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ജയരാജ് ബത്തേരി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജയരാജ്, ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. എന്താണെങ്കിലും അതിൽ 3 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഇതിലെ അപ്ഡേഷൻസ് കോടതിയിൽ നിന്നുള്ള? എൽദോ, യുവതിയെ ബലം പ്രയോഗിച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുകയാണ്.
കോഴിക്കോട് കാവിലുംപാറ കുനിയിൽ വീട്ടിൽ KC മനോജിനെയും അതുപോലെ തന്നെ ഇതിനൊത്താശ ചെയ്തു കൊടുത്ത കൊട്ടിയൂർ സ്വദേശിനിയായ NG ബിന്ദു എന്നിവരെയും അതുപോലെ തന്നെ യുവതിയുടെ ഭർത്തൃ മാതാവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ഏപ്രിൽ മാസത്തിലാണ് ബിന്ദു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അമ്മയെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് അതിജീവിതയെ ഭർത്തൃമാതാവ് ബിന്ദുവിന്റെ വാടക വീട്ടിൽ എത്തിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒന്നാം പ്രതിയായ മനോജ് യുവതിയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി ബലം പ്രയോഗിച്ച് ലൈംഗികാതിക്രമം നടത്തുകയും ഇതിനായി മനോജിൽ നിന്ന് ബിന്ദു പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. മനോജിൽ നിന്നും പണം കൈപ്പറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കേസിൽ ഒത്താശ ചെയ്ത ഭർത്തൃമാതാവായ സ്ത്രീയെയും അത് പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കുമെന്നും ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്നും പ്രതികൾ യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. എന്തായാലും പരാതി ലഭിച്ചയുടൻ തന്നെ മാനന്തവാടി പോലീസ് കേസെടുക്കുകയും മാനന്തവാടി ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. മനോജിനെയും ഭർത്തൃമാതാവായ സ്ത്രീയെയും നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. എന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ പ്രതിയായ ബിന്ദുവിനെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജയരാജ്, ഈ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ എന്താണ് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിട്ടാണോ കണക്കാക്കുന്നത്? അതല്ല, നമ്മളിപ്പോ രോഗികളെ നോക്കാൻ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ സ്ത്രീ ഇവരെ സമീപിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇവരെ കോഴിക്കോട് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം അന്ന് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു ബലപ്രയോഗം നടന്നത്. ഒരുപക്ഷെ അത് ആസൂത്രിതമാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ യുവതിയെ അവിടെ എത്തിച്ച സമയത്ത് മനോജ് ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. വയനാട് മാനന്തവാടിയിലാണ് യുവതിയെ ബലം പ്രയോഗിച്ച് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവം നടന്നത്. അതിൽ 3 പേരാണ് അറസ്റ്റിലായത്. അവരിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മുഖ്യപ്രതി KC മനോജ്, അതിൽ ഒത്താശ ചെയ്ത കൊട്ടിയൂർ സ്വദേശി ബിന്ദു, യുവതിയുടെ ഭർത്തൃമാതാവ്, ഈ 3 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലായിരുന്നു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ജയരാ സൂചിപ്പിച്ചതുപോലെ ഒരു രോഗിയെ സഹായിക്കാനുള്ള ഹെൽപ്പർ എന്നുള്ള മട്ടിൽ സമീപിച്ച് പിന്നീട് അതിനെ നിർബന്ധപൂർവം ലൈംഗിക അതിക്രമത്തിലേക്ക് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിച്ചു എന്നുള്ള ഒരു കേസാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള എന്നുള്ള 3 പേർ ഇപ്പോൾ റിമാൻഡിലായിരിക്കും. ഇതോടെ ഇന്നത്തെ സ്പോട്ട് ലൈവിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം.